25,000. 25,000 ഒരു തരം. 25,000 ഒരു തരം. 25,500. 25,500 ഒരു തരം. 25,500 ഒരു തരം. 26,000. 26,000 ഒരു തരം. 26,000 ഒരു തരം. 27,000 ഒരു തരം. 27,000 ഒരു തരം. 28,000. 28,000 ഒരു തരം. 28,500. 28,500 ഒരു തരം. 28,500 ഒരു തരം. 28,500 രണ്ട് തരം. 28,500 രണ്ട് തരം. 29,000. 29,000 ഒരു തരം. 29,000 ഒരു തരം. 30,000. 30,000 ഒരു തരം. 30,000 ഒരു തരം. 30,000 ഒരു തരം. 30,000 35,000 ഒരു തരം. 35,000 ഒരു തരം. 35,000 ഒരു തരം. 30,000 രണ്ട് തരം. 30,000 രണ്ട് തരം. 30,000 രണ്ട് തരം. ഉറപ്പിക്കാൻ പോകുകയാണ്. 30,000 മൂന്ന് തരം. വാശി എന്റെ ഒരു വീക്ക്നെസ് ആണ്. അയ്യോ, ലേലം സക്സസ്. കിട്ടി മുതലാളി, പറഞ്ഞതുപോലെ തന്നെ കിട്ടി. നടന്നത് മുഴുവൻ വിശദമായിട്ട് പറ. നടന്നത് മുഴുവൻ വിശദീകരിച്ച് തന്നെ പറയാം. പറയാം. ആദ്യം നമ്മുടെ ലെവനില്ലേ, കോട്ടപ്പടി കുട്ടപ്പൻ, അവൻ 14,000 രൂപ വിളിച്ചു. എന്നിട്ട് ഞാൻ വിട്ടില്ല. ഞാൻ തീപ്പെട്ടി എടുത്തൊരു ബീഡി കത്തിച്ചു. കണ്ണമാലി കരീം 13,333 വിളിച്ചു. അപ്പൊ ഞാൻ ബീഡി കളഞ്ഞു സിഗരറ്റ് കത്തിച്ചു. അപ്പോഴും വായിൽ മുറുക്കാനുണ്ടായിരുന്നു. യു ഡോണ്ട് വറി. പൊന്നാരിമംഗലം പൗലോസ് 14,444 വിളിച്ചു. ഞാൻ വിട്ടുവാ. അപ്പോ ഞാൻ സിഗരറ്റ് ആഞ്ഞു വലിച്ചു പുക പോലും പുറത്തേക്ക് കളയാതെ ആഞ്ഞു വിളിച്ചു 15,000. നിനക്ക് ഞാൻ സമ്മാനം തരുന്നു. സമ്മാനം തരാൻ വരട്ടെ. ഒന്ന് വേഗം പറയടാ. പറയാം. വാശി എന്റെ ഒരു വീക്ക്നെസ് ആണെന്ന് മുതലാളിക്കറിയാലോ. കോട്ടപ്പടി കുട്ടപ്പൻ 18,550 വിളിച്ചപ്പോ ഞാൻ 20,000 വിളിച്ചു. 1000 പോയി. 1000 പോയാൽ എന്ത് വേണ്ട മുതലാളി? ഒടുവിൽ ഞാൻ 30,000 ഉറപ്പിച്ചു. 30,000 വിളിക്കാൻ നിന്റെ അപ്പം കാശിന്റെ കൊണ്ടുവന്നിരിക്കുന്ന ഭയങ്കര ചതിയായി പോയല്ലോ മുതലാളി. ഞാനല്ല ചതിച്ചത്, എന്റെ കൂടെ വിളിച്ചവരാ. അവര് കൂട്ടിക്കൂട്ടി വിളിച്ചപ്പോ മുതലാളിയുടെ ചീത്തപ്പേര് കളയാതിരിക്കാൻ ഞാൻ കയറ്റി വിളിച്ചു. മുതലാളി വിഷമിക്കണ്ട. അടുത്ത ലേലത്തില് എന്റെ വീക്ക്നെസിന്റെ ഡോസ് അല്പം കുറച്ചോളാം മുതലാളി. എന്റെ വായിരിക്കുന്ന കകതം. അപ്പൊ നാളെ കണ്ണമാലി ലേലത്തിന് പോണ്ടേ? കണ്ണമാലിയല്ല, കണ്ണമാലി അല്ലേ? എത്തിയോ? ഒരാഴ്ചയായി പുറപ്പെട്ടിട്ട്. ഇത് കാണാൻ മുതലാളി. ഒന്നിങ്ങോട്ട് ഹെൽപ്പ് ചെയ്യടാ. ഇതിന് സ്റ്റാൻഡ് ഇല്ലേ? ലേലത്തിലുള്ള വാശി കാണുന്നില്ല. ഒന്നും പറ്റിയിട്ടില്ല മുതലാളി. ലേലം കിട്ടിയ ക്ഷീണത്തില. ദേഹത്ത് നല്ല ചൂടുണ്ടല്ലോ. ഓ, ദേഹത്ത് ചൂടോ? പൊട്ട് കിട്ടിയ തലക്കിട്ടാണല്ലോ. ചൂട് വരണ്ട തലക്കല്ലേ? തമാശ കേട്ടിട്ട് എനിക്ക് ചിരി വരുന്നില്ല. നിന്നെ ഇപ്പൊ കൊല്ലാനാ തോന്നുന്നത്. ഇപ്പോഴും മുതലാളി നല്ല ചൂടില്ല. തണുത്ത വെള്ളത്തിൽ നന്നായി കുളിച്ചാ മതി. പട്ടിയെ പിന്നെ കുളിപ്പിക്കാം. ആദ്യം മുതലാളി കുളിക്കും. പിന്നെ ചേച്ചി, വെള്ളത്തിന് തണുപ്പ് കുറവാണെങ്കിൽ 2 ബ്ലാക്ക് ഐസ് കൂടി ഇട്ടേരും. അപ്പൊ മുതലാളി എല്ലാം പറഞ്ഞ പോലെ നാളെ കാണാം. കാണണമെന്നില്ല. എന്നാ മറ്റന്നാ വരട്ടെ ചേച്ചി. കുളിക്കാൻ ഐസിട്ട വെള്ളം എടുത്ത് വെക്കട്ടെ? ഐസിട്ട വെള്ളം. ഐസിട്ട വെള്ളത്തിൽ നിന്റെ അച്ഛനെ കൊണ്ട് കുളിപ്പിക്കടി. ചൂട് കൊടുത്തു വേടി. ഐസ് വെള്ളം. കൃഷ്ണ ഗുരുവായൂരപ്പ, എന്നെയും എന്നെ അരുമയാണ് പൊണ്ടാട്ടിയും നല്ല കാപ്പാത്തിടണേ. കൃഷ്ണ സംസ്ഥാനം പോകണേ. ശാന്ത വേണമാ? എന്തോന്ന്? പ്രസാദം. ദോ വന്നിട്ടേ. എന്റെ ഭാര്യക്ക് നല്ല ബുദ്ധിമുട്ട്. அது வந்து நம்ம சாந்தம் கிட்ட பிரசாதம் கேட்டேன். നോക്ക് നന്നാ തിരിയും. എനിക്ക് നേർപ്പാടെല്ലാം പിടിക്കാതെന്ന് தெரியும் தெரியும், எனக்கு நல்லா தெரியும். എൻ അൻപ് റുക്കുവിന്റെ കഴുത്തിൽ താലി കെട്ടിയ അന്ത നാൾ മുതൽ എനിക്ക് നല്ല തെരിയും എൻ റുക്കു ആരെന്ന്. തിന്നോളൂ, അല്ല തൊട്ടോളൂ. ஐயோ, ஆபீஸ் போற டைம் ஆச்சு. ஒண்ணு சாப்பிட வேண்டாமா? நம்ம சாந்தா கிட்ட சொல்லி ஏதாவது. வேண்டானா நானே எடுத்து தருவேன். வேണ്ട ருக்கு, டாக்டர் என்ன சொல்லிருக்க தெரியலையா? உனக்கு பெட் ரெஸ்ட் தானே? டாக்டர்ஸ் எல்லாம் அப்படி தானே இல்லவா? நான் ரெஸ்ட் எடுத்தாச்சுன்னா உங்களை யார் பாக்குறது? அது பிரச்சனை இல்ல. உள்ள நம்ம சின்ன கண்ணு இருக்கு இல்லையா? போங்கண்ணா. ஐயோ, அப்படி போவாது. மெதுவா போணும். இப்படி எக்கமா இருக்குண்ணா. வாடக்கண்ணா. இப்படியா?
പോങ്ക. ருக்கு நான் போயிட்டு வரேன். അയ്യോ ഞാൻ ഒരു വിഷയം മറന്നിട്ടേ. என்ன விஷயம்? അയ്യോ സാറിനാ വലിച്ചതാ. ரோட்லெல்லாம் நிறைய பெண்ணுங்களுണ്ട്. அவராரும் என் புருஷனை கண்ணு வைக்க கூடாது. அதுக்குதான் இந்த பியூட்டி ஸ்பாட். அப்புறம் பொம்பளைங்களை பார்க்க கூடாது, நான் வெஜிடேரியன் சாப்பிட கூடாது, சிகரெட் பிடிக்க கூடாது. ஸ்ட்ரைட்டா போய் ஸ்ட்ரைட்டா வரணும். இனி வேற இலூமினேஷன் டெக்கரேഷൻ വർക്ക് ஏதாவது வேணுமா? இல்லனா அது போதும். കണ്ടത്തിൽ വെച്ച കോലം പോലെ ഉണ്ടാവും. ഞാൻ വരട്ടെ ருக்கு. പോങ്ങണ എന്നാ പോറേന്ന് വിളിക്കാതെ. ടാറ്റ ടാറ്റ ടാറ്റ. ഇന്നത്തെ കണി കൊള്ളാം. ഒരു ഉഗ്രം പീസ് ഒന്ന് വളച്ച് നോക്കിയാലോ. കാണല്ലേ. ഏയ് സ്വീറ്റ് 17. ആരാടാ നീ? എന്താണ് നിന്റെ പേര്? പ്രേമൻ. നിന്റെ പേര് പോലെ തന്നെ നിന്റെ തൊഴിലും പ്രേമം. സോറി, ഞാൻ പ്രതീക്ഷിച്ച ആള് നിങ്ങളല്ല. പക്ഷേ എനിക്ക് ഒട്ടും തെറ്റിയിട്ടില്ല. ഞാൻ പ്രതീക്ഷിച്ച ആള് നീ തന്നെ. ഐ വാണ്ട് എ ലിഫ്റ്റ്. സോറി ട്ടോ, എനിക്ക് നോർത്തിലേക്ക് പോണ്ടത്. എന്തൊരു പൊരുത്ത എന്റെ മനസ്സ് നിന്റെ മനസ്സ്. എനിക്കും പോണ്ടത് നോർത്തിലേക്ക് തന്നെയാ. ഞാൻ നോർത്തിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൗത്തിലേക്ക് പോകും. ഞാനും നോർത്തിൽ നിന്ന് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൗത്തിലേക്ക് പോകും. അയ്യോ, ഇപ്പഴാ ഞാനൊരു കാര്യം ഓർത്ത്. ഈസ്റ്റിൽ ചെന്ന ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയിട്ട് പിന്നെ സൗത്തിൽ പോവാൻ. ഞാനും അങ്ങനെ തന്നെയാ. ഈസ്റ്റിൽ പോയി ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയി സൗത്തിൽ പോവാൻ. ഈ പ്രായത്തിൽ ഇങ്ങനെ യാത്ര അത്ര ഇപ്പഴാ ഓർത്തത്. ഞാൻ ഇന്ന് പ്രിയ, നമുക്കിന്ന് എൻജോയ് ചെയ്യണം. എന്താ ഇത്? ആരെങ്കിലും കണ്ട വളരെ ബോറാട്ടോ. അയ്യോ, അമ്മച്ചിയുടെ തലക്ക് വട്ടുണ്ടോ? വട്ട് നിന്റെ തന്തയ്ക്കാ. വണ്ടി ഇടറാ. ഇങ്ങനെ വരാൻ വഴിയില്ലാത്താണല്ലോ. എന്താ ഈ സാധനത്തിന് എവിടെ കൊണ്ടേ കളയണ്ടേ ഈശ്വര. ഇവിടെ കോർപ്പറേഷന്റെ കുപ്പത്തൊട്ടിയോ ശ്മശാനോ വല്ല കണ്ടിരുന്നെങ്കിൽ. എന്താണ്ട് ഇതിന്റെ എഞ്ചിൻ കാണുന്നില്ലേ? എഞ്ചിനുണ്ട്, പക്ഷെ ചെറിയൊരു പ്രശ്നം. പറഞ്ഞ മനസ്സിലാവില്ല. ഓ, ഇതിന്റെ കാൽക്കുലേറ്ററിൽ വെള്ളമില്ലായിരിക്കും. കാൽക്കുലേറ്റർ അല്ല, റേഡിയേറ്റർ. റേഡിയോട്ടിലായാലും ടി വിയിലായാലും നീ വേഗം ശരിയാക്ക്. നമുക്കിന്ന് എൻജോയ് ചെയ്യണ്ടേ? പിന്നെ എൻജോയ് ചെയ്യാം. പക്ഷേ ഈ പ്രശ്നമുണ്ടല്ലോ, വണ്ടി സ്റ്റാർട്ട് ആവണില്ല. തള്ളാനാണെങ്കി ആരും കാണുന്നില്ല. ചേച്ചിയെ കൊണ്ട് ഞാനെങ്ങനെ ഈ വണ്ടി ഇപ്പൊ എങ്ങനെ തള്ളിക്കാം? നമുക്ക് എൻജോയ് ചെയ്യണ്ടേ? പിന്നെ എൻജോയ് ചേച്ചി ചെയ്യണ്ടേ? വെറുതെ ഇങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് ഫോഴ്സിനെ തള്ളുകയാണെങ്കിൽ ഈ വണ്ടി സ്റ്റാർട്ട് ആകുന്നു, നമ്മൾ പോകുന്നു, എൻജോയ് ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ തള്ളണം അല്ലേ? അതെ. എടാ കള്ള, ഇങ്ങനെയുള്ള പല അടവുകളും ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ചേച്ചി എന്തിനാ വയസ്സാം കാലത്ത് ഇങ്ങനെ സിനിമ നടക്കണേ? ആർക്കടാ വയസ്സ്? നിന്റെ മറ്റവൾക്കാ. കേരള വണ്ടിയില് അമ്മച്ചി, ഞാൻ കേറാൻ. എന്നെ കൊണ്ടേ പോവുള്ളൂ അല്ലേ? അതെ, നിന്നെ കൊണ്ടേ പോവുള്ളൂ. വരാനുള്ളത് വഴിയിട്ടെങ്കിലും ആരോ പറഞ്ഞത്. അത്ര ആരോ അല്ല, ഞാനാ പറഞ്ഞു. ആരൊക്കെ എന്നെ തള്ളേ. ഓക്കെ ഓക്കെ കണ്ടിന്റെയൊക്കെ കറക്റ്റ് അല്ലേ? കറക്റ്റാണ് സാർ, കറക്റ്റാ. ലൈഫിന്റെ പ്രശ്നമാണേ. ഗുഡ് നൈറ്റ്. എന്തൊരു ജന്മം.